ഹലോ മലയാളീസ്. അപ്പോൾ ദേ ഞങ്ങൾ 4 പേരും കൂടി ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചിക്കാണ് കേട്ടോ. പാലക്കാട് വഴിയാണ് പൊള്ളാച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാലക്കാടത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി പറഞ്ഞുതരാം. ദാ ഈ കാണുന്നത് കണ്ട, ഇതുപോലുള്ള കാഴ്ചകളൊക്കെ പാലക്കാട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓല ഷെഡിലൊക്കെ പച്ചക്കറി അത് ഇതൊക്കെ വെക്കുന്നത് നാടൻ സ്റ്റൈലല്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. വടക്കാഞ്ചേരിയിൽ നിന്ന് നെന്മാറ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ദാ ഇതുപോലുള്ള പാടങ്ങളും വരമ്പുകളും വയലുകളൊക്കെയാണ് ധാരാളം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന പോക്കിൽ വേറൊരു കാഴ്ച കണ്ടു. അത് കണ്ട് ചാടി ഇറങ്ങിയതാ ഞങ്ങൾ വണ്ടിയിൽ നിന്ന്. മറ്റൊന്നുമല്ല, ഒരു പാറയുടെ മുകളിൽ ഒരു വീട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ വീടിന്റെ മുകളിൽ മയില്, 3-4 മയിൽ ഇങ്ങനെ പീലി വിടർത്തിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാണ് ഞങ്ങൾ ചാടി ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ അതിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും അത് പറന്നുപോയി. അപ്പോഴാണ് ഈ വീട് ശ്രദ്ധിക്കുന്നത്. ഇതൊരു ആൾ താമസമില്ലാത്ത വീടാണ്. ഒരു വിജനമായ പ്രദേശത്താണ് ട്ടോ ഈ വീട് ഇരിക്കുന്നത്. ചുറ്റിനും ആൾ താമസമില്ല, ഒന്നുമില്ല. ചോദിക്കാനാണെങ്കിൽ ഇവിടെ ആരെയും കാണാനില്ല. ഇതെന്താണ് ഇങ്ങനെ കിടക്കുന്നതെന്ന്. ഇത് വീട് തന്നെയാണോ, ഇനി വല്ല ഓഫീസോ നഴ്സറിയോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കാന്ന് വിചാരിച്ചാൽ ഇവിടെ ആരെയും കാണുന്നില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്, ഈ പാറയുടെ മുകളിൽ നിൽക്കുന്നത് കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ വരുമ്പോൾ മയിലുണ്ടായിരുന്നു ഇവിടെ പീലി വിടർത്തി ആ ഓടിന്റെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ കാഴ്ച കാണാൻ. അതുകൊണ്ടാണ് ചാടി ഇറങ്ങിയത്. ഇടനാഴിയൊക്കെ ഉള്ള ഒരു പഴയ കാലത്തെ വീട് പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇത് ശരിക്കും. അവിടെ ആരും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. ജസ്റ്റ് റോഡിൽ നോക്കുമ്പോഴത്തേക്കും ഈ പാറപ്പുറത്ത് വീട് ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. തിരിച്ചു വരുമ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽ അന്വേഷിച്ച് ഞങ്ങൾ പയ്യെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഈ ഹോട്ടൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിന്റെ ബോർഡാണ് ട്ടോ ഞങ്ങൾ ഇതിലേക്ക് കൂടുതൽ ആകർഷിച്ചത്. ചങ്ങാതിക്കൂട്ട്. ആ പേര് കണ്ടപ്പോഴേ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി. അകത്ത് കയറിയപ്പോഴാണ് അതിന്റെ അകത്ത് വെച്ചിട്ടുള്ള പോസ്റ്ററുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മലയാള സിനിമയിൽ ഫുഡ് ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള കോമഡികൾ ഉണ്ടല്ലോ, അതിന്റെ ഒരു ശേഖരം തന്നെയുണ്ട് ആ കടയിൽ. ചിരി ഉണർത്തുന്ന പല ഡയലോഗുകളും അവിടുത്തെ ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു, അതിലേക്ക് കയറുമ്പോൾ തന്നെ "കേറുവാടാ മക്കളെ" എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ആ പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്കൊന്ന് കയറാൻ തോന്നും അകത്തേക്ക്. എന്തായാലും അവിടുത്തെ ഫുഡും നല്ല ഫുഡായിരുന്നു. അപ്പോൾ നെന്മാറ വഴി പാലക്കാടേക്ക് പോകുന്ന എല്ലാവരും ഈ കടയിൽ കയറി മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അവിടുത്തെ ഫുഡ്. നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലിയും പൂരിയുമാണ് ഞങ്ങൾക്ക് രാവിലെ കിട്ടിയത്. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് ഞങ്ങൾ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച കണ്ടത്. ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു കാഴ്ച. അത് കണ്ടപ്പോൾ ഞങ്ങൾ ചാടി ഇറങ്ങി വണ്ടിയിരുന്നു, പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. വലിയൊരു പാടശേഖരം വരുന്നത്, അവിടെ നെല്ല് വിതച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ പാടത്തിന്റെ വരമ്പത്തൂടെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നടന്നു. മറ്റൊന്നുമല്ല, ആ പാടത്തിന്റെ അങ്ങേ അറ്റത്ത് 2 പേര് നിന്ന് ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടു വശവും പച്ചപ്പ് പിടിച്ചു കിടക്കുന്ന ഈ പാടത്ത് കൂടെ നടക്കാൻ നല്ല നല്ല രസമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക കാറ്റും ഒക്കെ തരുന്ന ഒരു നല്ലൊരു ഫീലായിരുന്നു അതിലൂടെ നടക്കാനായിട്ട്. ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു പാടശേഖരമാണ് ഇത്. ഇതിൽ കുറച്ച് സ്ഥലത്ത് മാത്രം ഞാറൊക്കെ നട്ടിട്ടുള്ളൂ. ആ വരമ്പിന്റെ നടുക്ക് തന്നെയായിട്ട് ഒരു കിണർ കണ്ടു. അപ്പൊ കാര്യം തിരക്കിയപ്പോഴാണ് മനസ്സിലായത്, ആ കിണർ നമ്മളുടെ വേനൽക്കാലത്ത് ഇതിലെ വെള്ളമാണ് കൃഷിക്ക് ഇവർ ഉപയോഗിക്കുന്നത്. എന്തായാലും കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെങ്കിലും ആ കിണറിലെ വെള്ളം നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ആ പാടത്ത് കണ്ട ആ ഒരു അത്ഭുത കാഴ്ചയെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ വീണ്ടും നടന്നു. സത്യത്തിൽ ഈ ഞാറ് നട്ടിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടോ, വരി വരിയായിട്ട് അതിങ്ങനെ കിളിർത്തു വരുന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല പച്ചപ്പുള്ള ഇതായിരുന്നു. പാലക്കാടിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കാം. എന്തായാലും ഞങ്ങൾ നടന്നു കിടന്ന് ചെന്നപ്പോഴാണ് ആ കാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കണ്ടത്തിൽ കൃഷി ഇറക്കണമെന്ന് നമ്മൾ പറയില്ല, അതെ, കൃഷിക്ക് വിത്തിടുന്നതാണ് ആ കാണുന്നത്. സത്യത്തിൽ ഈ ഒരു കാഴ്ച ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കിതൊരു അത്ഭുതമായിട്ട് തോന്നി ഇങ്ങനെ വിത്തെറിയുന്നത്. ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ആ ചേട്ടൻ വിത്തെറിയുന്നത്. ഈ വിത്ത് മുളച്ച് ഞാറായി പാകമായി നമ്മളുടെ അരിയായി കിട്ടാനായിട്ട് 120 മുതൽ 180 ദിവസം വരെ വരുമെന്നാണ് പറഞ്ഞത്. അതെ, അതാണ് വിത്തും വളവും. പാലക്കാടൻ മട്ടയാണ് ഇവിടെ നട്ടിരിക്കുന്നത് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. സത്യത്തില് ഒരുപാട് ഫേമസ് ആയ ഒരു സാധനമാണ് പാലക്കാടൻ മട്ട. നമ്മൾ കേട്ടിട്ടുണ്ട് പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞാല് അത്രയ്ക്ക് ഫേമസ് ആണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു അരിയല്ലേ. കുറച്ച് ദൂരം കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാടൻ മട്ട മാത്രം വിട്ടിട്ടുള്ള ഒരു പാടം ഉണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു. എങ്കിൽ പിന്നെ നമുക്ക് അതൊന്ന് കണ്ടു കളയാന്ന് കരുതി ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു കാലമായിട്ട് പാലക്കാടൻ മട്ട കേരളത്തിൽ ഇല്ലെന്നും അതിന്റെ വിത്ത് ഉണ്ടായിരുന്നില്ലെന്നും ഈ വർഷമാണ് അത് നട്ടു തുടങ്ങിയതെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ, എങ്കിൽ പിന്നെ ആ ഒരു പാടം കൂടി കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സത്യത്തിൽ ഞങ്ങൾ അവിടെ വന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കാറ്റായിരുന്നു. നല്ലൊരു പ്രത്യേക വൈബുള്ള ഒരു സ്ഥലമുണ്ട്. ഫുള്ള് ചുറ്റിനും പച്ചപ്പ് പിടിച്ചു കിടക്കുന്ന ആ സ്ഥലത്ത് നല്ലൊരു പ്രത്യേക കാറ്റും ഉണ്ടായിരുന്നു. കുറെ നേരം ഞങ്ങൾ അവിടെ ആ കാറ്റൊക്കെ കൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നിന്നു. അപ്പോഴാണ് ദൂരെ ഒരു ചേട്ടനെ കണ്ടത്. ആ ചേട്ടൻ നല്ല പണിയിലായിരുന്നു. എങ്കിൽ എന്താണെന്ന് അതൊന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പയ്യ അതിന്റെ അടുത്തേക്ക് നടന്നു.
സത്യത്തിൽ കണ്ണുകൾക്ക് കുളിര് തരുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടുത്തെ. പാലക്കാടൻ മട്ടയുടെ വിശേഷങ്ങൾ അറിയാമെന്ന് വിചാരിച്ചു വന്ന ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് തോന്നിയില്ല. ദാ കണ്ടത്തിലൊരു ട്രാക്ടർ കിടക്കില്ല. കൃഷിയുടെ ആദ്യ പാഠം മുതൽ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഈ കണ്ടത്തിൽ കൃഷി ഇറക്കാൻ വേണ്ടി നിലം ഉഴുതതിന് ശേഷം കിടക്കുന്ന ട്രാക്ടറാണ്. ഇതിൽ നിറച്ച് ചെളി പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ കണ്ടത്തിലൂടെ ഓടിച്ചിട്ട് അവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. ആ ചേട്ടൻ ഈ കണ്ടം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വിത്ത് ഇടാൻ വേണ്ടിയിട്ട് കണ്ടം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഇനി കൃഷി ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം. നല്ല വെയിലുണ്ടെങ്കിലും ഒറ്റക്ക് നിന്ന് ആ ചേട്ടൻ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. ശരിക്കും മണ്ണിന്റെ മണമുള്ള ആൾക്കാർ, മണ്ണിൽ പണിയുന്ന ആൾക്കാരെന്നൊക്കെ പറയില്ലേ, അതാണ് ഇവര്. ഏകദേശം 20 ഏക്കറോളം വരുന്ന ഈ പാടം മുഴുവൻ പാലക്കാടൻ മട്ട നട്ടേക്കണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം പാലക്കാടൻ മട്ട ഞങ്ങൾ തിരിച്ചു പിടിച്ചു എന്നാണ് സന്തോഷത്തോടെ ആ ചേട്ടൻ പറയുന്നത്. ഇനി കേരളത്തിലുള്ളവർക്ക് വളരെ സ്വാദിഷ്ടമായ ഈ പാലക്കാടൻ മട്ടയിൽ നിന്നുള്ള അരി കഴിക്കാമെന്നാണ് പറയുന്നത്. ഏകദേശം 2 മാസം കൂടി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുമെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. ഇപ്പൊ ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടത്തിലും പാലക്കാടൻ മട്ട തന്നെയാണ് നടാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏക്കർ കണക്കിന് നട്ടിരിക്കുന്ന പാലക്കാടൻ മട്ടയാണ് ശരിക്കും ഈ കാണുന്നത്. സത്യത്തില് ഈ കണ്ടത്തിലേക്കുള്ള വെള്ളമാണ് ഈ വരുന്നത്. മോട്ടോർ വഴി അടിച്ചാണ് ഈ വെള്ളം വരുന്നത്. ഈ പാടത്തിന്റെ ഒത്ത നടുക്കായിട്ട് വേറൊരു കാഴ്ചയും കൂടി കണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച. അതെന്താണെന്നല്ലേ, വാ അതും കൂടി കാണിച്ചു തരാം. എന്താ, നമുക്ക് ഈ വരമ്പത്തൂടെ അങ്ങോട്ട് പയ്യൻ നടന്നങ്ങോട്ട് പോയാൽ ആ കണ്ടത്തിന്റെ അങ്ങേ അറ്റത്ത് കണ്ട ഒരു മരം നിൽക്കുന്ന ഒരു തണൽ മരം. ആ തണൽ മരത്തിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു സംഭവമുണ്ട്. ഇതാ കണ്ട, ഇവർക്ക് വിശ്രമിക്കാനുള്ള ഒരു ഷെഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഓല കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു ഷെഡ്. എന്ത് രസമാണെന്ന് അറിയാമോ അവിടെ ഇരിക്കാൻ. തണുത്ത കാറ്റൊക്കെ കൊണ്ട് അതിൻ്റെ അകത്തിരിക്കാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. ഒത്ത നടുക്ക് തന്നെയാണ് അത് പാടത്തിന്റെ. എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾക്ക് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു ആ കാറ്റും കൊണ്ട്. നല്ല കൂളായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. പാലക്കാടിന്റെ ഭംഗി നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഒരുപാട് വീണ്ടും വീണ്ടും ചെല്ലാൻ തോന്നുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ച് ഞങ്ങൾ പാലക്കാട് വരും. ഈ പാലക്കാടിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞങ്ങൾ പയ്യാവിടെ നിന്ന് വീണ്ടും പൊള്ളാച്ചിക്ക് വേണ്ടി ഇറങ്ങിയത്. അപ്പൊ ഇതിനു മുമ്പ് പൊള്ളാച്ചിയിലെ വീഡിയോയും കൊല്ലംകോടത്തെ വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് കാണണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.